ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ആർബീസ് കിച്ചൻ ടേൽസ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി പറോട്ടയാണ്. നമ്മൾ തട്ടുകടയിൽ നിന്നും ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ ടേസ്റ്റിൽ തന്നെ അധികം ചിലവൊന്നുമില്ലാതെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഞാനിവിടെ 1 കിലോ അളവിൽ മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു മുട്ട, വെളിച്ചെണ്ണ, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ടോട്ടൽ ഇൻഗ്രീഡിയൻസ്. അപ്പോൾ ഞാൻ ഈ മൈദ മുഴുവനായിട്ട് കൗണ്ടർ ടോപ്പിൽ ഇടുവാണ്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 2 സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുവാണ്. ഇനി ആ ഉപ്പ് എല്ലായിടത്തും ആകുന്ന രീതിയിൽ കൈ കൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി അതിലേക്ക് ഒരു മുട്ട ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. പൊറോട്ടയ്ക്ക് നല്ലൊരു സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മുട്ട ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വെള്ളം ഒഴിച്ചിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ അതാ നമ്മുടെ മാവ് കുഴച്ചെടുത്തിട്ടുണ്ട്, നല്ല സോഫ്റ്റായിട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ടൈമിൽ നമുക്ക് ഇതിൻ്റെ പുറത്ത് കുറച്ചൊന്ന് ഓയിൽ ഒഴിച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് തടവി കൊടുക്കുക. നമ്മൾ കുഴച്ചെടുക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്കായിട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കുക. അതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല, ആ ഒരു മാവ് സോഫ്റ്റായിട്ട് കിട്ടുന്നത് വരെ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിനെ ഒരു നനഞ്ഞ വെള്ള തുണി കൊണ്ട് ഒരു 2 മണിക്കൂർ ഒന്ന് മൂടി മാറ്റി വെക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ പൊറോട്ട നല്ല സോഫ്റ്റായിട്ടൊക്കെ കിട്ടുള്ളൂ. ഇപ്പോൾ ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ പൊങ്ങിയൊന്നും വരത്തില്ല, എന്നാലും നല്ല സോഫ്റ്റായിട്ടൊക്കെ വരും. നമുക്ക് തൊട്ട് നോക്കുമ്പോൾ പറയാം നല്ല കുഴിഞ്ഞു പോവും, അത്രയ്ക്കും സോഫ്റ്റാണ്. ഇനി ഇത് വീണ്ടും ഒന്ന് സോഫ്റ്റാക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ഇതിനൊന്ന് ഉരുട്ടി ഒന്ന് കുഴച്ചെടുക്കുക. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് വീണ്ടും ഒന്ന് കുഴച്ചെടുക്കുക ഒന്നും കൂടെ. ഇനി കൗണ്ടർ ടോപ്പിൽ കുറച്ചൊന്ന് ഓയിൽ ഒഴിച്ചതിന് ശേഷം ഇതൊന്ന് റോൾ ചെയ്തെടുക്കുക, നീളത്തിലൊന്ന് റോൾ ചെയ്തെടുക്കുക ഇതുപോലെ. അപ്പോൾ ഇതൊന്ന് റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഹാഫ് ഒന്ന് കത്തി ഉപയോഗിച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു ഹാഫിനെ വീണ്ടും ഒന്ന് തിന്നായിട്ട് റോൾ ചെയ്തെടുക്കുക. അപ്പോൾ ഇതിനെ കുറച്ചും കൂടെ ഒന്ന് തിന്നാക്കി റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ഓരോ പീസസാക്കി കട്ട് ചെയ്ത് മാറ്റാം. ഇതിൻ്റെ വലിപ്പം തീരെ കുറഞ്ഞു പോകരുത്, നമ്മൾ ചപ്പാത്തിക്കൊക്കെ ചെയ്യുന്ന ആ ഒരു വലിപ്പത്തിലാണ് ഇത് കട്ട് ചെയ്തെടുക്കാൻ. ഇനി ഓരോ പീസസാക്കി ഇതുപോലെ ഒന്ന് ഉരുട്ടി ഒന്ന് മാറ്റി വയ്ക്കുക. അപ്പം നമ്മളിതെല്ലാം ഓരോ ബോൾസാക്കി ഉരുട്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ഇവിടെ എനിക്കൊരു 22 ബോൾസ് കിട്ടിയിട്ടുണ്ട്. ഇനി ഓരോ ബോൾസാക്കി നമുക്ക് പരത്തിയെടുക്കണം. അപ്പോൾ ആ കൗണ്ടർ ടോപ്പിൽ കുറച്ചൊന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഓരോ ബോൾസാക്കി എടുക്കുക. ഇനി അത് കൈ കൊണ്ട് തന്നെ കുറച്ചൊന്ന് പരത്തിയെടുക്കുക. കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് പരത്തിയെടുക്കുക. ഇനി അതിനെ ഒരു റോളർ വെച്ചിട്ട് നല്ല തിന്നായിട്ട് നീളത്തിലൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ നമ്മളിത് നല്ലതുപോലെ തിന്നായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഒരു കത്തി ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് കീറിക്കൊടുക്കുക. നമ്മൾ പൊറോട്ടയൊക്കെ കാണുമ്പോൾ പറയും ഇങ്ങനെ ലെയറായിട്ട് ഇങ്ങനെ ഇളകി വരും. അപ്പോൾ അങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കത്തി ഉപയോഗിച്ചിട്ടൊന്ന് കീറി കൊടുക്കുന്നത്. ഇതൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വലിച്ചൊന്ന് നീട്ടി പിടിക്കുക. അതിനുശേഷം ഇതൊന്ന് റോൾ ചെയ്തൊന്ന് ചുറ്റിയെടുക്കുക. ഇതുപോലെ ഒന്ന് ചുറ്റിയെടുക്കണം. ഇതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ ബോൾസും ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇതെല്ലാം ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മുന്നേ ചെയ്ത പോലെ തന്നെ ഒരു നനഞ്ഞ വെള്ള തുണി കൊണ്ട് ഇതൊന്ന് മൂടി വയ്ക്കുക. ഒരു 1/2 മണിക്കൂർ മൂടി വെച്ചാൽ മതി. ഇപ്പോൾ ഇതൊരു 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. കുറച്ചും കൂടി നല്ല സോഫ്റ്റായിട്ട് ഇത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഓരോന്നായിട്ട് നമുക്ക് പരത്തിയെടുക്കാം. അപ്പോൾ കുറച്ചൊന്ന് എണ്ണ സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്കിത് പരത്തിയെടുക്കാം. ഇനി നമുക്കിവിടെ റോളറിൻ്റെ ആവശ്യമൊന്നുമില്ല, കൈ കൊണ്ട് തന്നെ പരത്തിയെടുക്കാൻ പറ്റും. കുറച്ചൊന്ന് ഓയിൽ ഒഴിച്ചെടുത്തതിന് ശേഷം കൈ കൊണ്ട് തന്നെ പരത്തിയെടുക്കാം. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ പൊറോട്ടയുടെ ആ ഒരു ലുക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ കത്തി കൊണ്ട് കീറി വിട്ടതുകൊണ്ടാണ് നമുക്ക് ഇതുപോലെ ഇങ്ങനെ കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കൊരു ദോശക്കല്ല് വെച്ചിട്ട് അതൊന്ന് ചുട്ടെടുക്കാം. നമ്മൾ ചപ്പാത്തിയൊക്കെ ചുട്ടെടുക്കുന്ന പോലെ തന്നെയാണ്. 2 സൈഡും ഒന്ന് ഓയിൽ ഒഴിച്ചെടുത്തിട്ട് തിരിച്ച് മറിച്ചൊന്ന് ഇട്ട് കൊടുക്കുക. നമ്മളിവിടെ പൊറോട്ട ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ പ്രോസസ്സ് കഴിഞ്ഞിട്ടില്ല. ഇതിൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് ഒരു 5-6 പൊറോട്ട അടുക്കി വെച്ചതിന് ശേഷം 2 കൈ വെച്ചിട്ട് ഇതുപോലെ നല്ലതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ ആ പൊറോട്ടയുടെ പുറത്തിങ്ങനെ ഓരോ ലെയറായിട്ട് ഇങ്ങനെ ഇളകി വരും. ഈ ഒരു സ്റ്റെപ്പും കൂടെ കഴിഞ്ഞാൽ മാത്രമേ പൊറോട്ട റെഡിയായി എന്ന് പറയാൻ പറ്റൂ. അപ്പോൾ നമ്മുടെ പൊറോട്ട ഇവിടെ റെഡിയായിട്ടുണ്ട്.
ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ ലുക്കിലും ടേസ്റ്റിലൊക്കെ തന്നെ നമുക്ക് വീട്ടിലും ചെയ്തെടുക്കാൻ പറ്റും. ഈ ഒരു പാൻഡമിക് ടൈമിൽ ഹോട്ടലിൽ പോയി തിരക്കിലൊക്കെ നിന്ന് പാർസൽ വാങ്ങുന്നതിനേക്കാളും എന്തുകൊണ്ടും നല്ലതാണ് നമുക്ക് ഇതുപോലെ തന്നെ സിമ്പിളായിട്ട് വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റുന്നത്. ഹെൽത്തിയുമാണ്. അപ്പോൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്.